ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഞാൻ എന്തുകൊണ്ട് ചാരിറ്റി പ്രവർത്തനത്തിന് വരുന്നതിന് മുന്നുള്ള ഈ ഉത്തരം പറഞ്ഞാലേ എൻ്റെ ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞു വരുന്നത്. കേരളത്തിലെ ഓവറോൾ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിന് നിങ്ങൾ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ മേ ബി മെട്രോസ് ലൈക്ക് കൊച്ചി ആൻഡ് ഓൾ വിൽ ഹാവ് around 50% insured patients, but 50% doesn't have insurance. That's all? Yeah, that's all. 50% is the maximum number. You won't get 50%. If you take the overall Kerala picture, overall Kerala, 10% insurance. Oh. I know it very well, 10% insurance. 90% ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല. ഇത് മാറണം. ഇത് ഞാൻ പല സമയത്തും മാധ്യമപ്രവർത്തകരോടും അതേപോലെ രാഷ്ട്രീയക്കാരോടും പറയുന്നൊരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഒരു വണ്ടി വാങ്ങിച്ചാൽ ഇപ്പം രേണുവിൻ്റെ അഫോർഡബിലിറ്റി അനുസരിച്ച് കാർ വാങ്ങിക്കാൻ പറ്റും. രേണുവിൻ്റെ EMI അടയ്ക്കാനുള്ള കപ്പാസിറ്റി നോക്കിയിട്ട് രേണു കാർ വാങ്ങിക്കുള്ളൂ അല്ലേ? ആ കാർ വാങ്ങിക്കുന്ന സമയത്ത് യു ഹാവ് ടു പേ എ കമ്പൽസറി ഇൻഷുറൻസ്. ഡെഫിനറ്റ്ലി റോഡിൽ ഇറക്കണമല്ലോ. എന്ത് ജനിക്കുന്ന കുഞ്ഞിന് ഇൻഷുറൻസ് എടുക്കാൻ നോക്കുന്നില്ലാരും? കാർ വാങ്ങിക്കാൻ പൈസ ചിലവാക്കുന്ന ഉടമസ്ഥന് ഇൻഷുറൻസ് ഇല്ല, എന്നാൽ ഓട്ടിക്കുന്ന കാറിന് ഇൻഷുറൻസ് ഉണ്ട്. ഈ സ്ഥിതി മാറണം. ആൻഡ് ഇൻഷുറൻസിന് നമ്മളൊരു ഇയർലി നമ്മളൊരു പ്രീമിയം അടയ്ക്കാൻ നോക്കുകയാണെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് എ മണി ഓഫ് 2 coffee പെർ ഡേ. അതിനപ്പുറമൊന്നുമില്ല. എമൗണ്ട് അനുസരിച്ച് ഒരു 100 രൂപ രണ്ട് നേരത്തെ ഒരു കോഫി കുടിക്കുന്നത് പൈസ മാറ്റി വെച്ചാൽ മതി. ഒരു 100 രൂപ ഇൻറ്റു 33,000 പെർ മന്ത്. ശരിയാണ്. നല്ലൊരു എമൗണ്ട് ആവും. അത്രയും വരുമ്പോൾ അതെ. ഇത് ചെലവാക്കാൻ പറ്റാത്ത ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ടോ? 2 ചായയുടെ പൈസ മാറ്റി വെച്ച് ഇൻഷുറൻസ് ആക്കാൻ പറ്റും. എൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് അസുഖമൊന്നും മതിയില്ല, ഞാൻ വർഷം പൈസ അടയ്ക്കുന്നത് വെറുതെ അല്ലേ, ഇത് തിരിച്ചിട്ടു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇത് ഇൻഷുർഡ് ആണെങ്കിൽ you can go to any healthcare institution. You don't have to worry about the cost. Insurance company is looking after the cost and they will take care of you. Why are we not taking insurance? So that is my question. അത് പബ്ലിക്കിലേക്ക് നമ്മൾ എല്ലാവരും ചേർന്ന് when we talk to public, that is why I am stressing in that point. നമുക്ക് നമ്മുടെ ആരോഗ്യം ആണ് അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ ഉള്ള സ്ഥലം. If you want to buy a house, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കി നിങ്ങൾ വീട് വാങ്ങിക്കുള്ളൂ. If you want to buy a car, നിങ്ങളുടെ ബഡ്ജറ്റ് നോക്കിയിട്ട് വാങ്ങിക്കുള്ളൂ. If you want to buy any gadget, you will take care of your budget. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. അത്രയല്ലേ ഉള്ളൂ. അതേപോലെ അസുഖം വരുന്നത് നമ്മുടെ ബഡ്ജറ്റ് നോക്കിയിട്ടല്ല. അസുഖം മൾട്ടി മില്യനിയർക്കും ഏറ്റവും പാവപ്പെട്ടവനും ഒരേ അസുഖം വരുന്നു. അസുഖത്തിന് ഒരു മര്യാദയില്ല. അപ്പം ആ ഒരു സാഹചര്യത്തിൽ യു എൻഷുർ ദാറ്റ് നിങ്ങളൊരു ഇൻഷുർഡ് ആണ്, അത് നിങ്ങളുടെ ഫാമിലി ഇൻഷുർഡ് ആണ്. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചറിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ടേക്ക് കെയർ ഓഫ് ഹെൽത്ത്, ദാറ്റ് ഇസ് ഫൈൻ. അസുഖം ആർക്കും വരാതിരിക്കട്ടെ. പക്ഷേ ഈ ഒരു ബാക്കപ്പ് പ്ലാൻ നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. കാരണം നിങ്ങൾ ഉണ്ടാക്കുന്ന സമ്പാദ്യമെല്ലാം ഒരു അസുഖം കൊണ്ട് നേരത്തെ പോലെ തമാശയ്ക്ക് പറയാൻ കുടുംബം പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം കവറപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരും ഇൻഷുറൻസ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നത് ഇന്നും നാളെയും നടക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ താങ്ങാൻ പറ്റാത്ത ആൾക്കാർ വരുമ്പോൾ ചികിത്സ നിഷേധിക്കാൻ പാടില്ലെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എങ്ങനെ അവരെ അക്കോമഡേറ്റ് ചെയ്യാം എന്നൊരു ചോദ്യമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരെ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ ആരുമില്ല. നമ്മൾ തന്നെ മനസ്സിൽ വിചാരിച്ചാൽ മാത്രമേ അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും ചേർന്നിട്ട് ആ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് അവർക്ക് ചാർജസ് വേണ്ട. ഈവൻ ഹോസ്പിറ്റൽസ് ഓൾസോ കോംപ്രമൈസിങ് ഓൺ അവർ ചാർജസ് ആൻഡ് വി ഹാവ് ദ എക്സ്പെൻസ് ഓഫ് മെഡിസിൻ ആൻഡ് കൺസ്യൂമേഴ്സ്. അതിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഞാൻ ഈ പദ്ധതി വെച്ചിരിക്കുന്നത്. ആൻഡ് ഐ എം കോൺഫിഡൻറ്റ് ദാറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. ഐ എം ഡൂയിങ് ഇറ്റ് ഫോർ പാസ്റ്റ് സോ മെനി ഇയേഴ്സ്. എന്നിട്ടും അതിപ്പോൾ താങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. ഐ ഹാവ് പേഷ്യൻസ് ഹു നോ മീ, ഇപ്പോഴും എന്നെ കാണാൻ വരാറുണ്ട്. അവർ ഒരു 1 രൂപ കയ്യിലില്ല. ചെറിയ കുഞ്ഞിന് ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വേണം. 20 ലക്ഷം രൂപയാവും ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിലെ കോസ്റ്റ്. ആ 1 രൂപ കയ്യിലില്ലാണ്ട് ഞാൻ പൈസ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ കൊച്ചിന് ഉണ്ടാവില്ല. അവർക്ക് 20 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ എത്ര മാസം എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയാം. ആ കൊച്ചിന്ന് ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഞാൻ കാണിക്കുന്ന നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുത്തോളൂ, ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്നൊരു വാക്ക് ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഫണ്ട് എങ്ങനെയൊക്കെ വരും, പക്ഷേ ആ കൊച്ചിന് ചികിത്സ സമയത്ത് നടന്നിരിക്കും. അതിൽ ഞാൻ പാലിക്കുന്ന ഒരാളാണ്. അത് ഭയങ്കര എല്ലാവരും കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണത്. അത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ സഹായിക്കാൻ ഒരുപാട് ഡോക്ടേഴ്സ് അന്നുമുണ്ട് ഇന്നുമുണ്ട്.